എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പാചകത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് വേണ്ടി ഞാനിവിടെ 2 വഴുതനങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. കറുത്ത വഴുതനങ്ങയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വഴുതനങ്ങ എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, പിന്നെ ചേട്ടന് ഇഷ്ടമാണ്. രാഹുലും കൂട്ടുമോയെന്ന് അറിയത്തില്ല, ഇതുവരെ ഞാൻ വഴുതനങ്ങയുടെ റെസിപ്പി വെച്ചിട്ടില്ല. പിന്നെ നമുക്ക് ഇത് വേണ്ടേ ഞാൻ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേ രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം വഴുതനങ്ങ വെള്ളത്തിലരിഞ്ഞ് നമുക്ക് ഇടണം. കുറച്ച് നേരം അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്കൊന്ന് കഴുകി വരിയെടുക്കാനായിട്ട്. അപ്പോൾ അതേണ്ടേ ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും 1 ടീസ്പൂൺ 1.5 ടീസ്പൂണോളം അടുത്ത് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇളക്കി എടുത്തതിന് ശേഷം നമ്മളൊരു 1/2-3 മണിക്കൂർ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ ഇത് വെക്കുന്നൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണേ. അപ്പോൾ തേണ്ടേ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിന് ശേഷം നമുക്കൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പം അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് പെറുക്കി വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആയി വരേണ്ട, 2 വശവും മറിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അതേ രീതിയിൽ വേണം ഇതെടുക്കാനായിട്ട്. അപ്പം ഞാനിതൊന്ന് നിരത്തി വെച്ച് കൊടുക്കുവാണ്. ഒരു വശം ഫ്രൈ ആയപ്പോഴത്തേണ്ട ഞാൻ മറുവശം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ വേണം, ഒത്തിരി നന്നായിട്ട് മൂപ്പിച്ചെടുക്കരുത്. ഇതേ രീതിയിൽ എടുത്താൽ മതിയേ. നമ്മുടെ വഴുതനങ്ങ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പം അത് വേണ്ട ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാത്രത്തിൽ നിന്നും മാറ്റി കൊടുക്കാം. അതിനുശേഷം തേട്ടെ നമ്മൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഉലുവായിട്ട് കൊടുക്കുന്നില്ല കേട്ടോ, ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 5-6 ഉണക്കമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സത്യത്തിൽ ഞാൻ ആ ഉണക്കമുളക് ഒന്ന് മുറിച്ചിടാനായിട്ട് വിട്ടുപോയി. എടുത്ത ഉടനെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ചിലപ്പം പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ഒരെണ്ണം പൊട്ടിത്തെറിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുറിച്ചിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും, ഒരു കഷ്ണം വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് ഒരു മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതും കൂടി ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂത്ത് വരുന്ന സമയത്ത് തീ ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് നമ്മൾ നല്ല പുളിയുള്ള കട്ടത്തൈര്, പുളി എന്ന് പറഞ്ഞാൽ ഒത്തിരി പുളിയാവരുത്, എന്നാൽ നോർമൽ ഒരു പുളിയുള്ള ചെറിയൊരു പുളി വേണം, എന്നാലേ അതിന് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളേ. അപ്പോഴത്തേണ്ട ഞാൻ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നു. തീ ഓഫാക്കിയതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തേണ്ട ഞാൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു പച്ചടിക്കറിയാണ്. ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണേ. അപ്പം ഇതേ രീതിയിൽ തയ്യാറാക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണേ. നമുക്ക് നമ്മളുടെ കറി ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം വഴുതനങ്ങ കഴിക്കാത്തവർ പോലും ഇങ്ങനെ കറി വെച്ച് കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കുവേ. അപ്പം എനിക്ക് വഴുതനങ്ങ ഇഷ്ടമില്ലാത്തതാണ്, പക്ഷേ ഇതേ രീതിയിൽ വെച്ചപ്പോൾ ഞാനും നന്നായിട്ട് കൂട്ടി ചോറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.